കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജു സാമുവൽ ഇന്ന് ഈ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളുമായി നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രത്യേക ബഥേൽ ഇന്റർനാഷണൽ പെന്റക്കോസ്റ്റൽ ചർച്ച് ജർമ്മനിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ ഒരു സമയം ചെലവഴിക്കുവാൻ സ്വർഗം നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാർ ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ വചനം ദൈവിക അരുളപ്പാട് അറിയിക്കേണ്ടതിന് നിയോഗിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാർ ഈ ദിവസങ്ങൾ ശുശ്രൂഷിക്കുന്നല്ലോ. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഓഡിയോ ഒക്കെ ക്ലിയർ ആയിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ കാണുകയായിരുന്നു. വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ ജോബിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ആത്മാർത്ഥമായിട്ട് താൻ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ അഭിഷക്തനോടും പ്രിയാൻറ്റിയോടൊക്കെ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നാട്ടിൽ വളരെ വർഷങ്ങളായി എനിക്ക് നല്ല ആത്മബന്ധമുള്ള ഒരു കുഞ്ഞാണ്. മോനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താൻ അവിടെ ചെന്ന സമയം മുതൽ എന്നോട് വിളിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ചർച്ച ഭയങ്കര ബ്ലസ് ആണ്, ഞാൻ എത്തിയത് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ചിലാണ്. അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ പല രാജ്യങ്ങളിലേക്ക് ചെന്ന് അവർ എത്തിച്ചേരുമ്പോൾ അവർക്ക് നല്ല കൂട്ടായ്മകൾ ലഭിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ദൈവത്തിന്റെ കൃപയാണ്. പലരും പലയിടങ്ങളിലും തകർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കുഞ്ഞ് കർത്താവിൽ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ ഹൃദയത്തിലേറെ സന്തോഷം തോന്നി. എനിക്ക് പ്രിയപ്പെട്ട പല വ്യക്തികൾ ഇതിനകത്തുണ്ട്. പ്രിയ വിജീഷ്, അഖില, രണ്ടുപേരോടുണ്ട്. വിജീഷ് എനിക്ക് എൻ്റെ സ്വന്തം അനിയൻ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് താൻ ആ ചർച്ചിലാണ്. അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഗ്ലോറിറ്റന്റിന്റെ ഒരു ബ്ലെസ്സിംഗ് ആണ് ബെനിസൺ, ഫ്രാങ്ക്ഫർട്ടിലുള്ള. താനും അവിടെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ ബെനിസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം 2 മാസങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ കടന്നു വരാനായിട്ട് സ്വർഗം എന്നെ സഹായിച്ചു. ആ സമയത്ത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു, അന്ന് ഞാൻ പങ്കെടുത്ത ക്യാമ്പിനകത്ത് ഈ ചർച്ചിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട നിരവധി കുഞ്ഞുങ്ങൾ പങ്കെടുത്തതും അവരുമായിട്ട് കുറെ സമയമൊക്കെ ചെലവഴിക്കാനൊക്കെ സ്വർഗം അവസരങ്ങളൊക്കെ നൽകിയത് ഞാൻ ഇന്നും സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. കർത്താവ് അവരെയൊക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. പ്രത്യേക കർത്താവിന്റെ അഭിഷക്തനോടും പ്രിയാൻറ്റിയോടും ഭയങ്കര സന്തോഷത്തോടു കൂടെ ഒരു നന്ദി പറയുന്നു. ഈ ഒരു ശുശ്രൂഷയിലേക്ക് എന്നെയും കൂടെ ഇൻവൈറ്റ് ചെയ്തതിൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ യൂത്തിന്റെ പ്രയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 9 മണിക്ക് തീരേണ്ട പ്രയർ അതിപ്പോഴും മേളിൽ തീർന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ രാത്രി 12 മണി കഴിഞ്ഞു. ഇപ്പോഴും കുഞ്ഞുങ്ങൾ മേളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഞാൻ ഒരു കുറച്ച് സമയത്തേക്ക് താഴത്തോട്ട് പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാ. മിക്കവാറും കഴിയുമ്പോഴും അവർ മേളിൽ തന്നെ പ്രാർത്ഥനയിലായിരിക്കും. ദൈവാനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവിക വചനത്തോടുള്ള ബന്ധത്തിൽ നാം അടുത്ത് വരുമ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ അഭിഷക്തന്മാർ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവിക വചനങ്ങളെ മുറുകെ പിടിക്കുവാൻ, അത് കേട്ട് മടങ്ങി പോകുന്നവരായിട്ടല്ല, പകരം അത് ജീവിതത്തിൽ എൻ്റെ ലൈഫിനെ അത് ഇമ്പാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വചനം ഒന്ന് വായിക്കാം. എബേസിന്റെ ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 4-ാമത്തെ അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 4-ാമത്തെ അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. അവിടെ ആരെങ്കിലും വായിക്കുന്നവരുണ്ടോ?
യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ Amen. ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു. യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ Yes. നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ നീ അതിർ എന്നെ നിശ്ചയമായി വിസ്താരമാക്കുകയും അനുഗ്രഹിച്ച്. ആമേൻ. വായിച്ചാട്ടെ. എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ആമേൻ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇത്. ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ചർച്ചിനകത്ത് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. എൻ്റെ ചർച്ചിൻ്റെ പേര് ഗ്ലോറി ടെൻ്റ് എന്നാണ്. ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷമായി പ്രാർത്ഥിച്ച് കർത്താവ് നൽകിയ നിയോഗത്താൽ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അനവധി ഈ പട്ടണത്തിലുള്ള അനവധി യൗവനക്കാരെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ആഴ്ചകളിലും പുതിയ കുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് തരികയാണ്. ആ ഒരു സന്തോഷത്തിലാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറെ പ്രതീക്ഷയോടുകൂടെ ഞാൻ ഈ ഒരു ദൂത് നിങ്ങളോട് കൈമാറട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് കൈമാറണമെന്ന് വളരെ ശക്തമായി ആത്മാവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചന ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. ദിനവൃത്താന്ത പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായം നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ യഹൂദയ്ക്ക് നൽകപ്പെട്ട അവരുടെ വംശത്തെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് യബേസ് എന്ന ഒരു വാക്ക് അതിനകത്ത് കടന്നു വരുന്നത്. നമ്മൾ ആ അധ്യായം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം, ഓരോരുത്തർ ഇന്നയാളുടെ മകനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരിക. പെട്ടെന്ന് ആരാണ് എന്താണ് എന്ന് ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് ഒരു വാക്ക് അവിടെ കയറി വരുന്നു, യബേസ് തൻ്റെ സഹോദരൻ ഏറ്റവും മാന്യനായിരുന്നു. ഹൈലൈറ്റ് ചെയ്ത് ആരംഭത്തിൽ തന്നെ പറയുന്ന ഒരു വാക്കാണ്, തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ പറയുന്ന, അവൻ്റെ അമ്മ ഞാൻ അവന് വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു. ആ പേരിന്റെ അർത്ഥം പറയുന്നത് വ്യസനപുത്രൻ എന്നുള്ള രീതിയിലാണ്. ദുഃഖത്തിന്റെ അവൻ എപ്പോഴും ദുഃഖത്തിൽ നിന്ന് വന്നവൻ എന്നുള്ള പറയുന്ന ഒരു പേരാണ്. വേദപണ്ഡിതന്മാർ പറയുന്നത്, യബേസിന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത്, ഈ 2 വാക്യങ്ങളല്ലാതെ ഇതിനപ്പുറത്തേക്ക് വേറൊരു വിശകലനമോ അല്ലെങ്കിൽ വിശദീകരണമോ ഒന്നും നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ പറയുന്നു, പെട്ടെന്ന് വന്ന് കയറി ഇറങ്ങിപ്പോയ ഒരു കഥാപാത്രം പോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും, നമ്മളിങ്ങനെ കാണാറുണ്ട് പല ഈ ഡ്രാമകളാണെങ്കിലും ആക്ടുകളൊക്കെ ആണെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ കേന്ദ്ര കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഗസ്റ്റ് റോളിൽ വരുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഈ ഗസ്റ്റ് റോളിൽ വരുന്നവർ ചിലരൊക്കെ പെട്ടെന്ന് വന്നിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എന്നതുപോലെ ഒരു മനുഷ്യൻ ഇതിനകത്ത് ഇടിച്ചു കയറി വരികയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്താ യബേസ് ഇതിനകത്തേക്ക് ഓടിക്കയറി വന്നിറങ്ങിപ്പോയല്ലോ? പക്ഷേ താൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയാലും ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റും കൊണ്ട് ഇറങ്ങിപ്പോയൊരുവനാണ് ഞാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. യബേസിനെ കുറിച്ച് നമ്മുടെ വേദപണ്ഡിതന്മാർ പറയുന്നവന്റെ കാലുകൾക്ക് ഒരു വളരെ പ്രയാസം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കാലുകൾ ശോഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് തന്നെക്കുറിച്ച് അവരിങ്ങനെ അഭിപ്രായം പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ജനന സമയം മുതൽ തന്നെ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ, അല്ലെങ്കിൽ ഒരു നന്മ പുറപ്പെടുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവന്റെ അമ്മ തന്നെ പറഞ്ഞു, ഇവൻ എന്താണ് എനിക്ക് തന്നത് സന്തോഷമല്ല, പകരം ഇവൻ എനിക്ക് തന്നത് വിഷമാണ്, ദുഃഖമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനിൽ നിന്നും മറ്റെന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലാതെ ആ കുഞ്ഞിനൊരൊറ്റ പേര് കൊടുത്തു, യബേസ്. നീ എന്താണ്? വ്യസനപുത്രനാണ്. ഇങ്ങനെ പലപ്പോഴും പല പേരുകളും കിട്ടിയ വ്യക്തികളൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഇരിക്കുന്നത്. ചിലർക്ക് നല്ല പേര് കിട്ടാം, ചിലർക്ക് ചെറിയ അഭിപ്രായങ്ങൾ കിട്ടാം, ചിലർക്ക് മോശമായ അഭിപ്രായം തന്നെ കിട്ടാം. പക്ഷെ നമ്മൾ ഒരിക്കലും ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനായി തീരണമെന്നോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മ ഉണ്ടാകരുതെന്നോ ഒരു വ്യക്തി പോലും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇതിനകത്ത് ജോയിൻ ആയിരിക്കുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു 112 ഡിവൈസ് ഇതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട്. ഈ 112 ഡിവൈസിനകത്ത് കുറഞ്ഞതൊരു ഓരോ ഡിവൈസിനകത്തും എനിക്ക് തോന്നുന്നു 3, 4, 5 ആൾക്കാർ ഇതിനകത്തുണ്ട്.
2 പേരില്ലാത്ത ആൾക്കാർ കുറവാ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 10-300 പേരെങ്കിലും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ 300 പേരുടെയും ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് 300 പേരുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകണമെന്നാണ്. ഒരാൾ പോലും എന്ത് ചെയ്യുന്നില്ല, എനിക്ക് ഇത്രയും അനുഗ്രഹം മതിയെന്നോ, അല്ലെങ്കിൽ ഓക്കെ കർത്താവേ, ഞാൻ ഇവിടം കൊണ്ട് തൃപ്തനാണ്, ഇനി എനിക്കൊന്നും വേണ്ടട്ടോ എന്ന് പറയുന്ന ഒരാൾ പോലും ഇതിനകത്ത് കാണില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ പ്രത്യേകത, നമ്മൾ ഒന്നിലും തൃപ്തരല്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു, ഈ ലോകത്തെ തൃപ്തിയേക്കാൾ ഉപരിയായി കർത്താവ് ഒരു കാര്യം പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാ പറയാന്നറിയോ? അവിടെ തൃപ്തി പ്രാപിച്ച് വീട്ടിൽ ഒതുങ്ങിപ്പോയാൽ എന്നേക്കുമായിട്ട് ഒതുങ്ങിപ്പോകും. അതുകൊണ്ട് കർത്താവ്, നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, ദൈവിക കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, സമ്പന്നനാണെന്ന് വിചാരിച്ച് ഒതുങ്ങിപ്പോകരുത്. എനിക്കെന്നും അതിനകത്ത് ദാരിദ്ര്യമാണെന്ന് കണ്ട് എനിക്ക് അധികം വാഞ്ചയുള്ളവനായി, അധികം ചോദിക്കുന്നവനായി, ദൈവത്തോട് പിടിച്ചെടുക്കുന്നവനായി മാറേണ്ടവരാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വ്യസനപുത്രൻ എന്ന് പേര് കുത്തി ലേബൽ ചെയ്ത് ഒരുവരെ മാറ്റിവെച്ചപ്പോൾ അവനെക്കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യമാണ്, അവൻ അങ്ങനെയുള്ളവനായിരുന്നു, സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ. അത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു വാക്കാണ്. അവൻ ഏറ്റവും മാന്യനാണ്. ജീവിതത്തിലെ പ്രതികൂല അവസ്ഥകളിലൂടെ പോകുമ്പോഴും അവൻ എന്നും മാന്യത കൈവിടാതെ, ദൈവത്തോടുള്ള മാന്യത കൈവിടാതെ, മനുഷ്യനോടുള്ള മാന്യത കൈവിടാതെ ദൈവത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പൈതൽ. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് ഒരു വാക്ക് പറയുക, താനൊരു പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് വെക്കുക. എൻ്റെ ഹൃദയം ചലിപ്പിച്ചൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. ഇത്ര ആഴമേറിയ ഒരു പ്രാർത്ഥന, ഇതുപോലെ ലൈഫിന്റെ എല്ലാ മേഖലകളെയും തൊടുന്നൊരു പ്രാർത്ഥന ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥന ആവശ്യമുള്ളവരാണ്. ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകുന്നവരൊക്കെ തന്നെയാണ് ഇതിനകത്തിരിക്കുന്നത്. ആ വ്യക്തികളോട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ എത്ര പേര് ആഗ്രഹിക്കും? എബേസ് പറഞ്ഞതുപോലെ, എബേസിന്റെ പ്രാർത്ഥന എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു. അവൻ പറയുകയാണ്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. എന്ത് ചെയ്തില്ല? വിട്ടില്ല, പറഞ്ഞു പോവുകയല്ല. അവൻ എന്ത് ചെയ്തു? അതിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ചു. തൻ്റെ ചോദ്യം, താൻ കർത്താവിനെ വിടാതെ താൻ എന്ത് ചെയ്തു? ആ വാക്കിന് വേണ്ടി പിടിച്ചു. ഞാൻ നോക്കിയപ്പോ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പറയുന്നത്, ദൈവം അവന് നൽകി. എന്ത് മനോഹരമായിട്ടായിരുന്നു ആ സാഹചര്യം വെളിപ്പെടുന്നത് നോക്കിയേ. ശരിക്കും ആ പ്രാർത്ഥനയെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഈ പ്രാർത്ഥനയിലൂടെ എബേസ് പിടിച്ചെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും എപ്പോഴും പല അവസരങ്ങൾ ലഭിക്കണമെന്നില്ല, എപ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല. ലഭിക്കുന്ന ഒരൊറ്റ അവസരമാണെങ്കിൽ, ഒരേ ഒരു അവസരമാണ് ലഭിക്കുന്നതെങ്കിലും അത് കൈമോശം വന്നു പോകാതിരിക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, നമുക്ക് ലഭിക്കുന്ന, ഇന്ന് രാത്രി കിട്ടിയിരിക്കുന്ന ഈ അവസരത്തെ പാഴാക്കി കളയാതെ നാളത്തെ പകൽ എൻ്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം ഈ മീറ്റിംഗിൽ നിന്നും പുറത്തു പോകുവാൻ. അല്ലെങ്കിൽ ഈ ഇരുന്നത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാതായി പോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്ക്, അവൻ പറയുകയാണ്, എബേസ് കറക്റ്റ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത. എബേസ് ആ പ്രാർത്ഥനയെ ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അവൻ ഒന്നാമത്തെ കാര്യം പറയുന്നത് എന്താണെന്നറിയുമോ? ദൈവമേ, നീ എന്നെ എന്ത് ചെയ്യണം? നിശ്ചയമായും അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറയാവോ? എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു. നിങ്ങൾ ആയിരിക്കും പറഞ്ഞത്, ദൈവമേ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ ഒരു മറ്റൊരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നില്ല. കർത്താവിന് ഒരു ഓപ്ഷനും കൊടുക്കുന്നില്ല. താൻ പറയാണ്, നിശ്ചയമായി നീ എന്നെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. തനിക്കറിയാം ഈ ദൈവത്തിനല്ലാതെ
അനുഗ്രഹം കൈമാറുവാൻ, അനുഗ്രഹം നൽകുവാൻ മറ്റാരെ കൊണ്ടും കഴിയില്ലെന്ന് ഉറപ്പുള്ളവൻ ആ ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് പറയുകയാണ്, എനിക്ക് നിന്നിൽ നിന്ന് നിശ്ചയമായും അനുഗ്രഹം ലഭിക്കണം, നിശ്ചയമായും അനുഗ്രഹം ലഭിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കും, പലരും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്, അനുഗ്രഹം മാത്രം, അത് പ്രോസ്പെറിറ്റി ടീച്ചിങ് അല്ലേ? പലപ്പോഴും ആളുകളുടെ ഒരു ചോദ്യമാണ്, പ്രോസ്പെറിറ്റി ടീച്ചിങ് അല്ലേ? അതെന്ത് നിങ്ങൾക്ക് അത്ര, ആ പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു വെപ്രാളവും ഒരു വിമ്മിഷ്ടവും, നമ്മൾ വേർക്കാൻ തുടങ്ങും. എന്തിനിത്ര ഭാരപ്പെടണ? അതൊരിക്കലും നിന്റെ ആത്മാവിനെ നശിപ്പിക്കാനുള്ളതായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള നന്മകൾ കർത്താവ് നമുക്ക് നൽകും. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അത് നമുക്ക് ലഭിക്കുവാൻ അർഹതപ്പെട്ടവരാണ്. ആ അർഹതയെ ആർക്കും, ആ യോഗ്യതയെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? തടുക്കാൻ പറ്റില്ല. ആർക്കും തടുക്കാൻ പറ്റില്ല. ഇന്ന് അനുഗ്രഹിക്കപ്പെടണമോ? ദൈവത്തോട് ചോദിക്കുക തന്നെ വേണം, ദൈവത്തോട് പറയുക തന്നെ വേണം. അതല്ലാതെ അതിനെ എന്തെങ്കിലും ഒരു മൂഢമായ ചിന്തകൾ കൊണ്ട് അതിനെ മറച്ചു വെക്കരുത്. ചോദിക്കേണ്ട കാര്യം, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട നന്മയുടെ അവകാശങ്ങൾ അത് നാം ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ, അത് തെറ്റാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയോ ഈ 2 വാക്യങ്ങൾ ഇതിനകത്ത് കുത്തിക്കയറ്റി ഇങ്ങനെ ഒരു മനുഷ്യനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒരു പുള്ളി ഓടിക്കേറി വന്നിട്ട് പറയുകയാണ്, എബേസ് തന്റെ സഹോദരന്മാർക്കാരേറ്റവും മാന്യനായിരുന്നു, അവന്റെ അമ്മ അവൻ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ എബേസ് എന്ന് പേരിട്ടു. പെട്ടെന്നൊരു പ്രാർത്ഥന, എന്റെ ദൈവമേ നീ എന്നെ നിശ്ചയമായ 4 കാര്യങ്ങളും പറഞ്ഞ് പുള്ളി ഒറ്റ പോക്ക് പോയി. എന്തായിരുന്നു ഇതിന്റെ ആവശ്യകത? ഇത് ആവശ്യമുള്ളതായതുകൊണ്ട് കർത്താവ് ഇതിനകത്ത് വെച്ചു. കാരണം അവന്റെ ഉള്ളം തകർന്നതുപോലെ മറ്റൊരുവൻ തകർന്നത് എന്ത് ചെയ്തിട്ടില്ല? കർത്താവ് അവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അവന്റെ ഭവനത്തിനകത്ത് അവന്റെ പേര് വ്യസനപുത്രൻ എന്നായിരുന്നെങ്കിൽ, അവന്റെ അമ്മയ്ക്ക് അവനെക്കുറിച്ചുള്ള അഭിപ്രായം അതാണെങ്കിൽ, അവന്റെ സഹോദരന്മാർ എത്രയധികം ആ അഭിപ്രായത്തോട് യോജിച്ചു നിൽക്കും. അവന്റെ കൂടെയുള്ളവർ എത്രയധികം അവനോട് അടുത്ത് നിൽക്കേണ്ട അവന്റെ സഹജീവികളായ നാട്ടുകാരായ ആ ദേശവാസികളായ സകലർക്കും അവൻ എന്ത് തന്നെയാണ്? അവൻ വ്യസനപുത്രനാണ്. പക്ഷെ അവൻ പറയുകയാണ്, എനിക്കങ്ങനെ ഒതുങ്ങിപ്പോകാൻ താല്പര്യമില്ല, എനിക്കങ്ങനെ ഒതുങ്ങിപ്പോകണ്ട. ഇസ്രായേലിന്റെ ദൈവമേ, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. എന്തധികാരത്തോടെ താൻ ചോദിക്കുക? എന്തധികാരത്തോടുകൂടെ താൻ പറയുക? നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. അവനൊന്ന് പുറകോട്ട് നോക്കിയാൽ തനിക്കറിയാം, അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? വിളിച്ചു, പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നിന്റെ സന്തതി എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ ഈ ലോകത്ത് മറ്റാരും എന്ത് ചെയ്യില്ല? അനുഗ്രഹിക്കപ്പെടില്ല. അവന് മനസ്സിലായി, എൻ്റെ അപ്പപ്പന്റെ അനുഗ്രഹം എൻ്റെ മേൽ വരാനുള്ളതാ, അതെനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. താൻ നോക്കിയപ്പോ അബ്രഹാമിനെ അനുഗ്രഹിച്ചതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടു. മനസ്സിലായി, ഇല്ല, അത് അലമ്പ്രക്കാരി വരുന്നതനുസരിച്ച് അവനത് പിടിച്ചിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഇസ്ഹാക്കിനെ നോക്കിക്കഴിഞ്ഞിട്ട് താൻ നേരെ വന്ന യാക്കോബിന്റെ മേല. യാക്കോബിനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്ഹാക്കിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തു? യാക്കോബിനെ അനുഗ്രഹിച്ചു. ഇനി യാക്കോബിൽ നിന്ന് യോസെഫിലേക്ക് വന്നപ്പോൾ ഇവരാരും കാണാത്ത രീതിയിൽ യോസെഫിനെ എന്ത് ചെയ്തു? ദൈവം അനുഗ്രഹിച്ചു. അപ്പൊ അവന് മനസ്സിലായി, തലമുറ കൈമാറുന്നതനുസരിച്ച് ഇത് വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും. ഞാനൊന്ന് ദൈവസന്നിധിയിൽ മുറുകെ പിടിച്ചാൽ എനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളൊന്നും പാഴായി പോവുകയില്ല. എന്നെ ആരൊക്കെ വിധിച്ച് മാറ്റിയിട്ടെന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി ഞാൻ ഉറപ്പിക്കുന്നു, എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, താൻ പറഞ്ഞു, എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന അവിടെ ഇങ്ങനെ പറയുന്നത്, നീ എൻ്റെ അതിരുകൾ എന്ത് ചെയ്യണം? വിശാലമാക്കണം. അതിരുകൾ എന്ത് ചെയ്യണം? വിശാലമാക്കണം. ഒന്ന് നോക്കിയേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, നീ എൻ്റെ അതിരുകൾ എന്ത് ചെയ്യണം? വിശാലമാക്കണം. ഒന്ന് തനിക്ക് ബോധ്യമായി, അവിടെ തൻ്റെ അതിരുകൾ എന്താണ്? വിശാലമാണ്. താനൊരു ഞെരുക്കത്തിന്റെ അനുഭവത്തിലാണ്. നിന്റെ ഞെരുക്കം തിരിച്ചറിഞ്ഞാൽ മാത്രമേ
വിശാലത ചോദിക്കാനുള്ള ആഗ്രഹം ഉള്ളിൽ വരും. ഏതെങ്കിലൊക്കെ വിഷയങ്ങളിൽ അങ്ങ് സന്തോഷിച്ച ഇത്രയും കൊണ്ട് ഞാൻ അങ്ങ് ഒതുങ്ങുകയാണ്. അത് ആത്മീയ കാര്യങ്ങളിലാണെങ്കിലും ഭൗതിക കാര്യങ്ങളാണെങ്കിലും കുടുംബത്തിന്റെ അവസ്ഥയിലാണെങ്കിലും മാനസിക തലങ്ങളിലാണെങ്കിലും ശാരീരിക തലങ്ങളിലാണെങ്കിലും ഇതും കൊണ്ടൊക്കെ ഞാൻ അങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു സേവിക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആത്മാവിൽ വിളിച്ചു വരണം, ഈ ഞെരിഞ്ഞ് വേണ്ട, ഞാൻ എന്നെ പൊളിച്ചു മാറ്റുകയാണ്, എനിക്കൊരു വിശാലത ലഭിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ഞെരുക്കം തിരിച്ചറിഞ്ഞിട്ട് താൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഞെരുങ്ങണ്ട, എന്റെ അതിരുകൾ എന്ത് ചെയ്യണം? വിശാലമാക്കണം. നോക്ക്, ഒന്നാമത്തെ ചോദ്യം, എന്നെ അനുഗ്രഹിക്കണം നിശ്ചയമായും. 2, എനിക്കൊരു വിശാലത ഉണ്ടാകണം, വിശാലത ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം ചോദിക്കുകയാണ്, നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, എത്ര മനോഹരമായിട്ടാ താൻ ആ പ്രാർത്ഥന കൊണ്ട് എത്തിക്കുന്നത്. എത്ര മനോഹരമായിട്ടാ ആ പ്രാർത്ഥന കൊണ്ടിരുന്നത്. എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, എന്റെ ഞെരുക്കത്തിൽ നിന്നും എന്നെ വിശാലതയിലേക്ക് എത്തിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട് കർത്താവേ, നിന്റെ കൈ എന്റെ കൂടെ ഇരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചേ, എബ്ബസിന്റെ ആ ഒരു 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 ബുദ്ധിപരമായി തന്നെ താൻ എന്ത് ചെയ്തു? താൻ ദൈവത്തോടൊന്ന് ചോദിച്ചു. തന്റെ ശരീരത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വിസനപുത്രൻ എന്ന് പറഞ്ഞതിനെ മാറ്റി നിർത്തിയേ. ആ സ്ഥലത്ത് താൻ പറയുന്നത്, എന്ത് ചെയ്യരുത്, ഇത് നോക്കണ്ട, എനിക്ക് നിന്റെ കൈ എന്റെ കൂടെ ഇരുന്നാ മതി. ആ കൈ കൂടെ ഇരുന്നാലുണ്ടല്ലോ, ഈ ലോകത്തിന്റെ എത്ര വലിയ സൈന്യം എന്റെ നേരെ വന്നെന്ന് പറഞ്ഞാലും, ആരൊക്കെ എനിക്ക് വിരോധമായി നിന്നെന്ന് പറഞ്ഞാലും, എനിക്ക് അനുകൂലമായ ദൈവകരം സകലത്തിൽ നിന്നും എന്നെ വിടുവിക്കുന്നത് അത്രേ. പറയണം, കൂടെ ഉണ്ടാകണം, എന്റെ ദൈവം എന്റെ കൂടെ. നോക്ക്, ഫൈനൽ എന്ന കാര്യമാണ്. എന്താണെന്നറിയാമോ? നിന്റെ കൈന്റെ കുരിയരുത്, വ്യസന കാരണം ആകരുത്. ഹല്ലേലൂയ. എത്ര എത്ര മനോഹരമായിട്ടാ താൻ ആ കാര്യം പറഞ്ഞു വെച്ചത്. ഒന്ന് പറഞ്ഞതുണ്ടായിരുന്നു, നീ എന്നെ നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ദൈവമാണ് അനുഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, തകർന്നു പോകാൻ അവൻ അനുവദിക്കില്ല. എനിക്ക് വിശാലത വേണം. എന്തോരം വിശാലത വേണം? ദൈവം നൽകുന്ന വിശാലതയാണെങ്കിൽ അതിന് അതിരുകൾ കാണത്തില്ല. ഹല്ലേലൂയ. എന്റെ അതിരുകൾ വിശാലമാകണം എന്ന് പറഞ്ഞാൽ ദൈവമാണത് ചെയ്യുന്നതെങ്കിൽ, അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യം, നീ അങ്ങ് നോക്കിക്കോളാനാ പറഞ്ഞു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിയ, കർത്താവാണ് നമുക്ക് ചിലതൊക്കെ ഓപ്പൺ ആക്കുന്നതെങ്കിലുണ്ടല്ലോ, ഇവിടുത്തെ മനുഷ്യന്റെ ചിന്തകൾക്ക് അകത്ത് വെച്ച് അതിനെ ഒതുക്കാൻ പറ്റില്ല. പകരം ഞാൻ ആത്മാവിൽ പറയും, ഇല്ല, ഞാൻ ഇതിനെ ഓവർകം ചെയ്ത് ദൈവത്തിൽ നിന്നുള്ള ദൈവിക ചിന്തകളിലൂടെ ഞാൻ ഈ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. താൻ പറയുകയാണ്, അനർത്ഥം എനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഒരു വ്യസന കാരണമാവാൻ പാടില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? അനർത്ഥം എന്താ വ്യസന കാരണമാ? അനർത്ഥം എന്ന് പറഞ്ഞ വ്യസന കാരണമല്ലേ? ഒരനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സന്തോഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണോ? പ്രതികൂലം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് തുള്ളിച്ചാടുന്നവരാണോ നമ്മൾ? അല്ല. പ്രതികൂലം ഏത് രീതിയിൽ നമ്മുടെ അകത്ത് വരുന്നോ അതിനകത്ത് വിഷമിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ താൻ പറയുന്നു, വചനം ഇങ്ങനെ പറഞ്ഞു, നീതിമാൻ അനർത്ഥം അസംഖ്യമാകുന്നു എങ്കിൽ അവയിൽ ഒന്നും പെടാതെ ഉണ്ട് യഹോവ അവനെന്ത് ചെയ്യും? പരിപാലിക്കും. ഈ പരിപാലന അറിയാതെ പറയാട്ടോ, അനർത്ഥം ചിലപ്പോ വന്നേക്കാം, പക്ഷെ കർത്താവേ അതെന്ത് ചെയ്യാൻ പാടില്ല? വ്യസന കാരണമാകരുത്. ഹല്ലേലൂയ. ദാനിയേൽ സിംഹക്കുഴിയിൽ പോയി വീണു. സിംഹക്കുഴി അനർത്ഥമാണ്, പക്ഷെ അവിടെ കൂടെ ഇരുന്ന അവന്റെ സിംഹത്തിന്റെ വായ അടപ്പിച്ച ദൈവപ്രവൃത്തി അത് വ്യസന കാരണമല്ല, അത് സന്തോഷത്തിന് കാരണമാണ്. ഹല്ലേലൂയ. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീച്ചൂളയ്ക്കകത്ത് വീഴപ്പെട്ടു. 7 മടങ്ങ് അതിന്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടും
7 മടങ്ങ് അതിന്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടും നോക്കേ, വ്യസന കാരണമാകേണ്ട ഒരു അനർത്ഥമായിരുന്നിട്ട് പോലും അതവരുടെ മഹത്വമാക്കി മാറ്റി അവർ കരിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രന്റെ സമനായവനെ കാണണമെങ്കിൽ അവിടെ എന്താ വെളിപ്പെടുന്നത്? അനർത്ഥം വ്യസന കാരണമല്ല, അത് ജയമായി മാറുകയാണ്. ഹല്ലേലൂയ. ഇവരാത്മാവിൽ ഇത് കണ്ടുകൊണ്ട് പറയുകയാണ്, എനിക്ക് വരുന്ന പ്രതികൂലത്തെ അത് അനുകൂലമാക്കി എന്നിൽ സന്തോഷത്തെ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആമേൻ, ആമേൻ. ആ ദൈവത്തിന്റെ ക്വാളിറ്റി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചവന്റെ ആ നേട്ടമാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ വിഷയം. ആമേൻ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ക്വാളിറ്റി അറിഞ്ഞ്, ആ ദൈവം എങ്ങനെ നമ്മോട് ഇടപെടുമെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചായിരുന്നു തന്റെ പ്രാർത്ഥന. വാരി വലിച്ച എന്തെങ്കിലും പറഞ്ഞവനല്ല അവൻ. ആമേൻ. നമ്മുടെ പലപ്പോഴും പ്രശ്നമല്ലേ, പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പറയുന്നു നമുക്ക് പോലും അറിയില്ല, എന്തൊക്കെ വിളിച്ചു പറയുന്നു നമുക്ക് പോലും. കർത്താവ് തന്നെ കുറെ നേരം നോക്കി ഇത് പറഞ്ഞത് തന്നെ തന്നെയും പിന്നെ പറഞ്ഞോണ്ടിരിക്കും, ഇവൻ എന്തി കാണിക്കുന്നു. ചോദിച്ച് പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചമാരൊക്കെ, എന്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഡാഡിയുടെ അമ്മ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ പ്രാർത്ഥന ഇങ്ങനെ നീണ്ടുപോയിട്ട് 1 മണിക്കൂറൊക്കെ അമ്മച്ചി ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച പകുതിയത്തെ വിഷയങ്ങൾ വീണ്ടും അറിയാതെ ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ പുള്ളിക്കാരത്തി മറന്നിട്ടുണ്ടാവും. പിന്നെ എന്ത് ചെയ്യും? ആദ്യം മുതൽ അവസാനം വരെ വീണ്ടും പ്രാർത്ഥിച്ചു വരും. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ദൈവത്തോട് ഇടപെടുന്ന രീതിയെ അത് കുറേയും കൂടെ എന്ത് ചെയ്യണം? കുറേയും കൂടെ സോളിഡ് ആയിട്ടുള്ള പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ വെക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുറെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ കുറെ ലിസ്റ്റിനെ ദൈവസന്നിധിയിലേക്ക് ഇറക്കിയിടുന്ന ഇടമല്ല പ്രാർത്ഥന മതി. സന്തോഷമാണെങ്കിൽ ആ കരങ്ങളൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹെബാഡ്. ഇന്ന് നമ്മുടെ കൂട്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറെ കുഞ്ഞുങ്ങളോട് ഇരിപ്പുണ്ട്. അവരോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ. ഇത് കഴിയുമ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് പറയണം, മക്കളൊന്ന് പ്രാർത്ഥിച്ച്. ഉടനെ ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്ഥിരം പ്രാർത്ഥനകൾ വെളിപ്പെടും. അവർ പറയും, കർത്താവ്, മൈ ഗാഡ്, സേവ് മൈ പാപ്പ, പ്രൊട്ടക്ട് മൈ മമ്മ, ഗീവ് ഫുഡ്. നമ്മുടെ ഒരു സാധനമുണ്ട്, ഇത് നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചേക്കുക. അത് നമ്മൾ പ്രാർത്ഥിച്ചു, അടുത്ത ആൾക്ക് പ്രാർത്ഥന കൊടുത്തു. നമ്മളിങ്ങനെ കുറെ സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് ആദ്യം പഠിക്കേണ്ട വാക്യം ഏതാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒറ്റ വാക്യം പോയി, യേശു കണ്ണുനീർ വാത്തു. ഇത് പഠിക്കാതെ വളർന്ന ഒരൊറ്റ കുഞ്ഞി കൂട്ടത്തിലില്ല. ആദ്യത്തെ വാക്യം പിള്ളേർ പഠിച്ചത് എല്ലാവരും യേശു കണ്ണുനി വാത്തു. അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ എൻ്റെ ഒരു കുട്ടനായിരുന്നു, ചക്കര കുട്ടൻ എന്ന് പറയുന്നവരാ നമ്മളെല്ലാവരും. നമ്മളിങ്ങനെ കൈമാറി കൊണ്ടുപോകുന്ന കുറെ സാധനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്ക് ചിലരിങ്ങനെ പ്രാർത്ഥിക്കാൻ, എൻ്റെ കർത്താവായ ദൈവമേ, മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സർവശക്തനായ എൻ്റെ ദൈവമേ. ചില ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നു, ഒരു ഫോൺ കോൾ വന്നത്. ഞാൻ ഈ ഫോൺ കോൾ എടുത്ത് അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ഒരൊറ്റ സാധനം, അഖിലാണ്ട മണ്ഡലങ്ങളെ അണിയിച്ചൊരുക്കിയ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ താങ്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ ഞെട്ടിപ്പോയി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ചു പോയി. ഒരു ഇച്ചിരി കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയേനെ അപ്പുറത്തേക്ക്. ഞാൻ ഞെട്ടിപ്പോയിട്ട്, എൻ്റെ ദൈവം ഇത് എന്താ സംഭവം? ഞാൻ പിന്നെ നോക്കി, പിന്നെ ഞാൻ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണോ ഒരു ഡൗട്ട് തോന്നിട്ട് ഞാൻ പിന്നെ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടുന്ന്, ദേവദാസല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം? അത് പുള്ളിയെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുക പുള്ളിക്കാരൻ. ഇതൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ച കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എന്റെ സ്ഥലത്തേക്ക് പോകുമല്ലേ, അവിടെ എന്റെ കൊച്ചുണ്ട്, കുറച്ച് ബീഫ് അച്ചാർ തന്ന് കൊടുക്കാവൂ. ഒരു ബീഫ് അച്ചാർ കൈമാറാനായിട്ട് ഈ അഖിലാണ്ട മണ്ഡലങ്ങളെ അടിയിച്ചൊരുക്കിയ സർവശക്തനെ, ഇതിന്റെ അഡ്രസ്സിന്റെ വല്ല കാര്യമുണ്ടോ? ചോദിക്കേണ്ട കാര്യം മര്യാദയ്ക്ക് ചോദിച്ചാൽ പോരെ.
നമ്മുടെ ഈ വെച്ചുകെട്ട് പരിപാടികൾ എല്ലായിടത്തും മാറ്റി വെച്ചിട്ടെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കർത്താവുമായിട്ട് കുറച്ചും കൂടി ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് വരാൻ, കുറെ കൂടെ നന്നായി ദൈവത്തോട് ഇടപെടാൻ ദൈവത്തിന് അതൊക്കെ ആഗ്രഹം. കർത്താവ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കർത്താവ് നമ്മെ എങ്ങനെയല്ലേ പറഞ്ഞ ഓമന പേര് ചൊല്ലി വിളിക്കും. ഇസ്രായേലിനെ ഓമന പേര് ചൊല്ലി വിളിച്ചു. എന്തിനാ കർത്താവ് അങ്ങനെ വിളിച്ചേ? എന്തിനാ അങ്ങനെ വിളിക്കേണ്ട കാര്യം എന്താ? ഹല്ലേലൂയ. അശ്രേഷ്ഠത മുറുകെ പിടിച്ച് അങ്ങനെ നിന്നിരുന്നാൽ പോരാ. അതല്ല, ദൈവത്തിന് നമ്മോട് ഇടപെടുമ്പോൾ കുറച്ചും കൂടെ സ്നേഹിക്കണമെന്നൊക്കെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ അവസരം കൊടുക്കാത്ത. നമ്മളിപ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സ്വന്തം മക്കള് നമ്മളകത്തേക്ക് കയറി ചെല്ലുക. നമ്മുടെ മക്കളെ കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കണം, അവർക്കൊരു ഉമ്മ കൊടുക്കണം എന്നൊക്കെ ഓടി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് അഖിലാണ്ട മണ്ഡലങ്ങളുടെ അധിപതിയായ ഞങ്ങളുടെ സർവശക്തനായ പപ്പ, താങ്കളുടെ ജോലി ഇന്ന് സന്തോഷകരമായിരുന്നു, നിർഭാഗ്യവശാൽ എന്തെങ്കിലും പ്രതികൂല അനുഭവങ്ങളിലൂടെ താങ്കൾ കടന്നുപോയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൊച്ചിന്റെ കിറുക്കിട്ട് കുത്തിയിട്ട് പറയും, മോളെ മിണ്ടരുത്, മര്യാദക്ക് പപ്പങ്ങളുടെ ഇടമെന്ന് പറയും. സീരിയസ്. ഞാൻ ഒരു 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 കുറച്ചുകൂടെ നിങ്ങൾക്ക് കണക്ട് ആവുന്ന രീതിയിൽ പറയുന്നതേ ഉള്ളൂ കേട്ടോ. കർത്താവിനെ നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യണ്ട, ഒരുപാട് അങ്ങനെ വിഷമിപ്പിക്കരുത്. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കരുത്. പകരം ആ പ്രാർത്ഥനയിൽ ആ കുറേം കൂടെ ലളിതമായ, അല്ലെങ്കിൽ കുറേം കൂടെ നല്ല, അതായത് കർത്താവുമായിട്ട് ഒരു ഇന്റിമസിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു പ്രയർ ലൈഫിലേക്ക് നമ്മൾ ഈ ദിവസങ്ങളിലേക്ക് ഒന്ന് കയറി വരണം കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു പ്രയർ ലൈഫിലേക്ക് കയറി വരണം. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ആ ദൈവത്തെ അറിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ചെന്ന് പറയുന്നതെങ്കിൽ, ആ ദൈവത്തിന്റെ ക്വാളിറ്റി തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പോളിഷ് പരിപാടികളൊന്നും ചെയ്യില്ല. ഒരു പോളിഷും നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ ഇറക്കില്ല. സ്തോത്രം, സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമയങ്ങളിലെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ആഴമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തലങ്ങളൊന്ന് വെളിപ്പെടാൻ, കർത്താവിനോട് സംസാരിക്കാൻ. അമ്മേ, ഹല്ലേലൂയ. ഒരിക്കൽ ശീമോന്റെ വീട്ടിൽ കർത്താവ് പരീശനായ ഒരു ശീമോന്റെ വീട്ടിലേക്ക് കർത്താവ് കയറി ചെല്ലുമ്പോൾ ക്ഷണിക്കപ്പെട്ടവനായി കരച്ചു. അവിടെ ഇങ്ങനെ പറഞ്ഞു, പാപിനിയായ ഒരു സ്ത്രീ. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവൾ യേശുവിന്റെ പുറകിൽ വന്നു, മുമ്പിൽ വന്നില്ല. അതിനുള്ള ക്വാളിറ്റി അവൾക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പുറകിൽ വന്നിരുന്നു. ഏറ്റവും പുറകിൽ, തൻ്റെ പുറകിൽ വന്നിരുന്നു. അവിടെ വന്നിരുന്നുകൊണ്ട് ആ കാൽക്കൽ നിന്ന് താൻ എന്ത് ചെയ്യാൻ തുടങ്ങി? കണ്ണുനീരോടുകൂടെ കരയാൻ തുടങ്ങി. തൻ്റെ കണ്ണുനീര് അവൻ്റെ പാദങ്ങളെ നനച്ചു തുടങ്ങി. പാദങ്ങളെ നനയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആ വീണ ആ കണ്ണുനീർ തുള്ളികളെ തൻ്റെ മുടി കൊണ്ട് എന്ത് ചെയ്തു? താൻ തുടച്ചു. തൻ്റെ കയ്യിലൊരു വെങ്കൽ ഭരണി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് പരിമള തൈലം എന്ത് ചെയ്തു? തൻ്റെ മേൽ ഒഴിച്ചു. അപ്പൊ ഇത് കണ്ടു നിൽക്കുന്ന ശീമോന്റെ ഉള്ളിൽ ഒരു പ്രയാസം വന്നു. താനിങ്ങനെ പറഞ്ഞു, ഇവൻ സത്യത്തിൽ ഒരു പ്രവാചകനാണ്. അവൻ പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ എങ്ങനെയുള്ളവളെന്ന് അവൻ തിരിച്ചറിയുമായിരുന്നു. അവൾ എന്ത് ചെയ്യുമായിരുന്നു? തടയുമായിരുന്നു. കാരണം അങ്ങനെ ഒരു സമൂഹത്തിന്റെ മധ്യ കയറി വന്ന് ഒരു മനുഷ്യനെ തൊടാനായിട്ടുള്ള ഒരു യോഗ്യതയും ഇല്ലാതിരുന്നൊരു വ്യക്തി അതിനകത്തേക്ക് അവന്റെ സന്നിധിയിൽ വന്ന് ഇരിക്കുകയും കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകി, ഉപരിയായി അവളുടെ ഉള്ളം തകർന്ന്, അവളുടെ ഹൃദയം തകർന്ന്, അവളുടെ അവസ്ഥയുടെ അവക്കിനി വേറൊരു ആശ്രയമില്ലെന്ന് അവൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഒരു വാക്കുപോലും വന്ന് പറഞ്ഞില്ല, ഞാനൊരു പാപിനിയായ സ്ത്രീയാണ്, എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് ആ പ്രിയപ്പെട്ടവൾ അവിടെ ഒന്നും പറഞ്ഞില്ല. പകരം താൻ ദൈവത്തോടുള്ള തൻ്റെ മനോഭാവം വെളിപ്പെട്ടപ്പോഴുണ്ടല്ലോ, തൻ്റെ ഹൃദയം തുറന്നപ്പോ, തൻ്റെ ഉള്ള പടഞ്ഞപ്പോ, എൻ്റെ കർത്താവ് എന്ത് ചെയ്തു? അവളെ പ്രൊട്ടക്ട് ചെയ്തൊരു കാഴ്ച നമുക്കവിടെ കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്ബേസിന്റെ ഉള്ളു പടഞ്ഞപ്പോ, ആരും അവന്റെ കൂടെ ഇല്ലാതിരുന്നപ്പോ, എല്ലാവർക്കും അവനൊരു വ്യസനപുത്രനായിരുന്നപ്പോ, അവൻ ദൈവത്തോട് ഉള്ളു തകർന്ന് അവൻ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചപ്പോ, എൻ്റെ കർത്താവ് അവൻ അപേക്ഷിച്ചതിന് മുഴുവൻ എന്ത് ചെയ്തു? ദൈവം അവൻ എന്ത് ചെയ്തു? നൽകിക്കൊടുത്തു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ആ പരീശന്റെ വീടിന് ചുറ്റിനുമുള്ളവരെല്ലാവരും, നിങ്ങൾ ചിന്തിക്കണം, ആ വീട്ടിലെ ഏറ്റവും മോസ്റ്റ് ഹൈ പേഴ്സൺ ആയി ഇൻവൈറ്റഡ് പേഴ്സൺ എന്ന് പറയുന്ന കർത്താവ്.
ആ കർത്താവ് അവിടെ ചെല്ലുമ്പോൾ കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ട അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ ആരും അവിടെ കർത്താവ് ഭയങ്കരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശീമോന്റെ ഉള്ളിൽ ഈ ഒരു ചിന്തകളൊക്കെ കയറി വന്നപ്പോൾ തന്നെ കർത്താവ് പെട്ടെന്ന് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ശീമോനെ നോക്കിയിട്ട് പറയാം, ശീമോനെ, ഞാൻ ഈ വീട്ടിനകത്തേക്ക് കയറി വന്നപ്പോ നീ എന്റെ കാലുകൾക്ക് എന്ത് ചെയ്തില്ല? വെള്ളം തന്നില്ല. നീര് കൊണ്ട് എന്റെ പറച്ചില്ല, തലമുടി കൊണ്ട് അവൾ എന്ത് ചെയ്തു? എന്റെ കണ്ണുനീര് തുടച്ചു. നീ എന്റെ തലയിൽ എണ്ണ പൂശിയില്ല. എണ്ണയാ പറഞ്ഞു, വെറും എണ്ണ. ഹല്ലേലൂയ. പക്ഷെ പറയാ, അവള് പരിമള തൈലം എന്റെ മേലിൽ എന്ത് ചെയ്തു? പൂശി. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ പ്രകടനത്തോട്, അല്ലെങ്കിൽ തൻ്റെ ഉള്ളു പെടഞ്ഞ അനുഭവത്തോട് യേശു പ്രതികരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ചെറുതല്ല. മറ്റാർക്കും ലഭിക്കാത്തൊരു വിടുതൽ ആ പെണ്ണിന്റെ മേൽ, ആ സ്ത്രീയുടെ മേൽ ആ സമയത്ത് അറ്റ് ദാറ്റ് മൊമെന്റ് കർത്താവ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പറയട്ടെ, എല്ലാ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഒന്ന് കയറി വരും. അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾക്ക് ഒരു ചേഞ്ച് വരണമെങ്കിൽ അതിനകത്ത് യേശു ഇറങ്ങിയേ പറ്റൂ എന്ന് ചിന്തിച്ച് യേശു ഇറങ്ങി നിന്നാലേ എന്റെ ഭവനത്തിനകത്തൊരു നെക്സ്റ്റ് ലെവൽ വെളിപ്പെടൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവനുമായി ഒന്ന് എൻകൗണ്ടർ ചെയ്യുവാൻ, ആ ദൈവവുമായിട്ടൊന്ന് അടുത്ത് ചെല്ലുവാൻ, ആ ദൈവത്തോടൊന്ന് അടുത്ത് ചെന്ന് ദൈവത്തോടൊന്ന് സംസാരിച്ച് കർത്താവിനോടൊന്ന് ഇടപെടുവാൻ ഇന്ന് രാത്രിയിൽ എത്ര പേർ ആഗ്രഹിക്കും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനാവശ്യമായിട്ടുള്ള എന്താ പറയാ, ഫോർമാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ബന്ധത്തിലെ അനുഭവം വെളിപ്പെടുവാൻ, പകരുന്ന ഒരു അനുഭവം വെളിപ്പെടുവാൻ, അങ്ങനെയുള്ള തലങ്ങളിലേക്ക് എൻ്റെ കർത്താവ് എങ്ങനെയാണ് ഇറങ്ങി നിൽക്കുന്നതെന്ന് ഈ വചനത്തിലൂടെ തന്നെ ഒന്ന് മനസ്സിലാക്കിയത് ദൈവത്തെ ഒന്ന് പിടിക്കുവാൻ ഈ രാത്രിയിൽ എത്ര പേര് സന്തോഷത്തോടെ ആഗ്രഹിക്കും? ഒരു നിമിഷം നിങ്ങളുടെ അതരങ്ങളൊക്കെ ഒന്ന് ചലിപ്പിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചോ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചോ. പറ, കർത്താവേ, എന്നെ ഒന്ന് പണിയണമേ. എനിക്ക് ഇങ്ങനെ തുടർന്നാൽ പോരാ. ഞാൻ ഇങ്ങനെ എത്ര നാൾ പോകും? പലരും എന്നെ കുറിച്ച് പറയുന്ന പല നെഗറ്റീവ് വേർഡുകൾക്കകത്ത് കുരുങ്ങിയിട്ട് എനിക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ, ദൈവത്തോടൊന്ന് സംസാരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവളും ഒക്കെ ആക്കി എന്നെ പലരും മാറ്റിയപ്പോ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിക്കുന്നു, എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട കൽവറിയിലെ രക്തം എന്നെ യോഗ്യനാക്കി തീർത്ത ദൈവ പ്രവൃത്തിയിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളൊന്ന് ഉയർത്തുകയാണ്. ആ ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് ഞാൻ ഇന്ന് കടന്നു വരികയാണ്. എനിക്കങ്ങയെ കൂടുതൽ അറിയണം, എനിക്കങ്ങയോട് കൂടുതൽ അടുക്കണം, എനിക്കങ്ങയോട് സംസാരിക്കണമെന്നുണ്ട്, എനിക്കങ്ങയെ ആരാധിക്കണമെന്നുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, എനിക്ക് അങ്ങ് വിട്ടുപിരിയാത്തൊരു സാന്നിധ്യത്തിൽ വസിക്കണമെന്നുണ്ട്. ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് പ്രതികരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന ഇടം, അവിടെ പ്രാർത്ഥനയുടെ കണ്ണുനീർ ഇറങ്ങി വരട്ടെ, ഉള്ളുപടയുന്ന അനുഭവങ്ങൾ ഇറങ്ങി വരട്ടെ. ഏതൊക്കെ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നു, ഏതൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾ ഞെരുക്കപ്പെടുന്നു, എവിടെയൊക്കെ ദാരിദ്ര്യ അനുഭവങ്ങൾ ഉണ്ടായി വരുന്നു, രോഗബന്ധനങ്ങൾ എവിടെയൊക്കെ കയറി പിടിച്ചിട്ടുണ്ടോ, ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ, ഞാൻ അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരികയാണ്. Likarabana Shekeria Wider Tharabala Powder Kamana Ramdar Sere Rebel Shabala Gadaga Radhe River Kamauria Letin Mara Diba Shakte River Tharamana Gadagal Ragadari. ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് ഈ ദിവസങ്ങളിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടുമെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ദൂത് പറയാൻ പറയുന്നു. ചിലർ ഇതിനകത്ത് കണ്ണുനീരോടെ കയറിയവരാ, ചിലർ ഇതിനകത്ത് വേദനയോടെ കയറിയതാ. നിങ്ങൾ ഈ ദിവസങ്ങൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആവശ്യമുള്ള മറുപടികളെ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെച്ചിട്ട് പറ, എന്നെ നീ നിശ്ചയമായും അനുഗ്രഹിക്കണം കർത്താവേ, നീ എന്നെ തീർച്ചയായും അനുഗ്രഹിക്കണം കർത്താവേ, എൻ്റെ അതിരുകൾ
വിശാലമാക്കണം ദൈവമേ. അങ്ങയുടെ കരമെന്റെ കൂടെ ഇരിക്കണമേ. ഇപ്പോൾ ചലിക്കുന്ന അനർത്ഥങ്ങളൊന്നും വ്യസന കാരണമാകാതെ, ഒരനർത്ഥവും വ്യസന കാരണമാകാതെ അതിനകത്ത് ജയം പ്രഖ്യാപിച്ച് പുറത്തു വരുവാൻ, ജയം പ്രഖ്യാപിച്ച് പുറത്തു വരുവാൻ സഭയായി ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയോട് ചേർന്ന് വരുന്നു എന്ന് പറയുന്നവർ, Larabana Atikatike Baushekedi Altara Barmane Teri Aider Teremeni Paudal Kamana Riba Shagalagadaga Artula Vanagadaga Riber Tere Riber Sheravanagadaga Ram Termenia. Amen. 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 A person upon അങ്ങന്റെ ശ്രമം. ഞെരുക്കത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ ഉണ്ടാകണം, രോഗത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ ഉണ്ടാകണം, ഒരത്ഭുതം എൻ്റെ തലമുറകളുടെ മേൽ വെളിപ്പെടണം, എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണം, എൻ്റെ ജോലിയുടെ മേൽ ഒരു അത്ഭുതം സംഭവിക്കണം. ഞാൻ ഊഴിയ വേലക്കാരനല്ല, പകരം ഞാൻ അവകാശിയാണ്, ഞാനൊരു മകനാണ്, ഞാൻ അങ്ങയുടെ മകളാണ്. അതുകൊണ്ട് തന്നെ ഞാനായിരിക്കുന്ന ദേശത്ത് എനിക്ക് ലഭിക്കേണ്ട നന്മകളൊന്നും മുടങ്ങിപ്പോകരുതെന്ന് ദൈവസന്നിധിയിൽ ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്നവർ ആത്മാവിൽ ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി. ഇതിനകത്ത് പലരുടെയും ജോലിയോടുള്ള ബന്ധത്തിലുള്ള ചില ഇഷ്യൂസിനെ സ്വർഗം ഈ രാത്രി ക്രമീകരിക്കുക കേട്ടോ. സ്വർഗം ഈ രാത്രി ക്രമീകരിക്കാൻ പോകുക. ചില അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുന്നു, ചില അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. ചില പ്രൊമോഷൻസിനെ ആത്മാവിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്റെ മേലൊരു സമൃദ്ധി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത് എബേസിന് മാത്രം ഒതുക്കപ്പെട്ടതല്ല. അല്ലെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ മേലുള്ള അനുഗ്രഹം അബ്രഹാമിന് മാത്രമല്ല, സഹാക്കിന് മാത്രമല്ല, യാക്കോബിന് മാത്രമല്ല, യോസഫിന് മാത്രമല്ല, യഹൂദയ്ക്ക് മാത്രമല്ല, ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല. അത് അബ്രഹാമിലൂടെ എന്നിലും ക്രിസ്തുവിലൂടെ എന്നിലും അത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ അതരങ്ങളൊക്കെ ഒന്ന് ചലിപ്പിച്ച് ദൈവത്തിന് നന്ദി പറ. ആമേൻ, ആമേൻ. അടയാളങ്ങളുടെ ആരംഭമായി കർത്താവായ യേശു ക്രിസ്തു കാനായിൽ ഒരത്ഭുതം ചെയ്തു, അത്ഭുതം ചെയ്തു. അന്ന് വരെ അവരാരും കാണാത്ത, ഇസ്രായേൽ അതുവരെ കാണാത്ത ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക. താൻ ക്ഷണിക്കപ്പെട്ട ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ താൻ തന്റെ ശിഷ്യന്മാരും എല്ലാം അവിടെ നിൽക്കുകയാണ്. ഭവനത്തിലെ കുറവ് തിരിച്ചറിഞ്ഞ മറിയ തന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇവർക്ക് വീഞ്ഞില്ല. താൻ മറിയോട് പറഞ്ഞു, സ്ത്രീ, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. താനത് പറയുമ്പോഴും മറിയ അവിടെ നിന്ന് ചിലരെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്യണം. ഒറ്റ വാക്ക് പറയും, അവൻ എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്യണം. ഈ രാത്രിയിലൊന്ന് ഉറപ്പിക്കോ, യേശു എന്തു പറഞ്ഞാലും അത് ഞാൻ ചെയ്യും. യേശു എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യും. ഈ ദിവസങ്ങളിൽ സഭയോട് കർത്താവ് ചില കാര്യങ്ങൾ പറയാട്ടോ. അത് ചെയ്യും, അത് ചെയ്യും. ആ ദേശത്തിന്റെ മധ്യത സംഭവിക്കും, ആ ദേശത്തിന്റെ മധ്യത സംഭവിക്കും. വലിയ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ കർത്താവ് ഓപ്പണാക്കാൻ പോവുക. അതിരുകൾ വിശാലമാകുന്നു, അതിരുകൾ വിശാലമാകും. എന്നോട് വീണ്ടും ആ ദൈവാത്മാവ് ആ വാക്ക് തന്നെ വീണ്ടും പറയുകയാണ്, ആ വാക്ക് തന്നെ വീണ്ടും പറയുകയാണ്. സഭയ്ക്കകത്തും ജനത്തിന്റെ മേലും അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ആത്മാവിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവ് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നോക്കേ, ഈ വെള്ളം വീഞ്ഞാക്കുന്ന ആ ഭവനത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാര്യം വീഞ്ഞ് തീർന്നു പോയി. വീടിന് ഒരു പ്രത്യേക എന്താ പറയാ, ഒരു 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 കുറവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിനകത്തൊരു കുറവെന്ന് പറയുന്നത് അത് രണ്ട് കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾ അവിടെ ക്ഷണിക്കപ്പെട്ട ആളുകളുടെ ഇടയിൽ അതൊരു ഭയങ്കര മോശം അഭിപ്രായം. നന്നായി വീഞ്ഞു പോലും വിളമ്പാൻ അറിയാൻ പാടില്ലാത്ത ഈ വീട്ടിലേക്കാണ്. നമ്മൾ അങ്ങനെയൊക്കെ പറയും, ഭയങ്കര രസമായിട്ട് പറയും. ഞാൻ എൻ്റെ ജോലിയൊക്കെ കളഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ആ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ
മാസങ്ങൾ ഞാൻ 1 രൂപ പോലും കയ്യിലില്ലാതെ ജീവിച്ചു. 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല. ഒരു ബൈക്കുണ്ട്, പക്ഷെ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. ഞാൻ എൻ്റെ ഫോർട്ട് കൊച്ചിയിലെ എൻ്റെ ബിജു പാസ്റ്ററിന്റെ ഡെലിവറി ചർച്ചിലേക്ക് പോകുമ്പോൾ റോട്ടിൽ ഇറങ്ങി നിൽക്കും. എന്നിട്ട് ഞങ്ങളുടെ ഈ മലയാളികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. എന്താണെന്നറിയാമോ? ഇങ്ങനെ ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് ആരെങ്കിലുമൊക്കെ ബൈക്ക് ഓടിച്ച് വരുവാണെങ്കിൽ ഞങ്ങളിങ്ങനെ വളരെ ശക്തമായി ആധികാരികതയോട് ഇങ്ങനെ ഒരു കട്ടായം കാണിക്കും. എന്താണെന്നറിയാമോ? നിപ്പൊക്കെ കാണാത്തൊന്നും എന്തോ ഭയങ്കര കാര്യം ഒന്നുമില്ല, കാല് പിടിക്കുക, ചേട്ടാ എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകും, ഒരു ലിഫ്റ്റ് വരുമോന്നാ ചോദിക്കുന്നത്. അങ്ങനെ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ കർത്താവാ, ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് കയറി വന്നൊരു മനുഷ്യനല്ല ഞാൻ. ആരും അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും അങ്ങനെ ആദ്യം ഉണ്ടായിരുന്നിട്ടില്ല. ഇപ്പൊ എന്നെ ഒരുപാട് പേർക്ക് സന്തോഷം, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ദൈവമേ സ്വതന്ത്രം. പക്ഷെ അന്ന് അങ്ങനെ അറിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അറിയാത്തൊരു കാലഘട്ടം. അപ്പോൾ ആ സമയത്ത് പല ആളുകളും എന്നെ മീറ്റിങ്ങിനൊക്കെ വിളിച്ചതൊക്കെ, അല്ലെങ്കിൽ ഞാൻ കീബോർഡൊക്കെ വായിച്ച് സ്വന്തമായിട്ട് വർഷിപ്പൊക്കെ ചെയ്ത് തുടങ്ങുന്ന ഒരു സമയം വളരെ ഞെരുക്കത്തിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ പതുക്കെ തുടങ്ങി. അപ്പോൾ എൻ്റെ ചർച്ചയിൽ തന്നെ ഒരാള് അവരുടെ വീട്ടിലൊരു വിവാഹത്തിന് എന്നെ പാടാനായിട്ട് ക്ഷണിച്ചു. ഞാൻ പോയി പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അവൻ എനിക്കൊരു കവർ തന്നു. ഞാൻ വീട്ടിൽ വന്ന് തുറന്നു നോക്കിയാൽ അതിനകത്തൊരു 150 രൂപയുണ്ട്. അന്ന് അത് ഭയങ്കര അങ്ങനെയൊന്നുമല്ല, അതിനേക്കാളും കൂടുതലൊക്കെ അന്ന് കൊടുക്കുന്ന സമയമൊക്കെ. പക്ഷെ 150 രൂപ ഉണ്ടായിരുന്നു. ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ സന്തോഷത്തോടു കൂടി ദൈവമേ എന്ന് പറഞ്ഞു മേടിച്ചു ഞാൻ പോയി. പക്ഷെ എൻ്റെ വിവാഹാലോചന നടക്കുന്ന സമയത്ത് ഈ ഫാമിലി അവരെ വിളിച്ചിട്ട് പറയുകയാണ്, 150 രൂപയ്ക്ക് പാടി കിടക്കുന്ന ചെറുക്കനെയാണ് പെണ്ണിനെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കുന്നത്. അവള് പട്ടിണി കിടക്കും, വേറെ വല്ലവരെയും പിടിച്ച് കല്യാണം കഴിപ്പിക്കുക, നല്ല ജോലിയും കൂലിയുള്ള ആരെങ്കിലും പിടിച്ച് കല്യാണം കഴിപ്പിക്കുക. നോക്കി അവരെനിക്കിട്ട വിലയായിരുന്നു അത്. എന്നിട്ട് അത് വെച്ച് തന്നെ അവരെന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. അപ്പൊ ഞാൻ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, അങ്ങനെ എനിക്കറിയില്ല, എനിക്ക് ആര് വില കിട്ടോ അത് എൻ്റെ വിഷയമല്ല. എനിക്ക് വിലയിടുന്ന ഒരാള് സ്വർഗത്തിലുള്ളത്. ആ ദൈവം എന്ത് ചെയ്യും, അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ അവരോട് പരാതിയൊന്നും പറഞ്ഞൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേ സ്ഥാനത്ത് കർത്താവ് അതിശക്തമായിട്ട് അനുഗ്രഹിച്ചു. ജീവിതത്തിൽ ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലൊക്കെ കർത്താവ് എന്ത് ചെയ്തു, കൊണ്ടുപോയി. ഞാനിപ്പോഴും ആലോചിക്കും, ഇതെല്ലാം പല സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, ഇതിനൊക്കെ ഞാൻ യോഗ്യനായിരുന്നു വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ഇടയിൽ ശുശ്രൂഷിച്ചത് അനീഷ് തോമസ് ആയിരുന്നില്ലേ? പാസ്റ്റർ അനീഷ് തോമസ് ആയിരുന്നില്ലേ? അതെ, അദ്ദേഹം ഞാനും ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ, എനിക്ക് 12 വയസ്സും അദ്ദേഹത്തിന് 11 വയസ്സും ഉള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്, കുഞ്ഞായിരിക്കും. ഹല്ലേലൂയ. അവൻ നിങ്ങളിങ്ങനെ അതിശയിക്കുന്നുണ്ടാവും, പുള്ളിക്ക് എന്നെക്കാളും പ്രായം ഉണ്ടെന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചത്. അല്ല, ഞാൻ മൂത്തത്. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, ആ ദൈവപരിശൻ ഞങ്ങൾ രണ്ടുപേരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷം ഒരുമിച്ച് ഓസ്ട്രേലിയയിലെ 2 കോൺഫറൻസുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കൂടി കർത്താവ് അയച്ചു. 11ഉം 12ഉം വയസ്സുള്ളപ്പോ കൊച്ചിയിലെ ഒരു കടപ്പുറത്തിന്റെ സൈഡിലുണ്ടായിരുന്ന ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷിക്കുമ്പോൾ, കൺവെൻഷൻ വൈകിട്ട് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 3 മണി തുടങ്ങിയിട്ട് 4:30 വരെ ഞങ്ങൾ മറ്റേ കടപ്പുറത്ത് പോയി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ 30 വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിലൊക്കെ പോയി എൻ്റെ ദൈവത്തെ ഉയർത്താൻ പറ്റുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. ദൈവം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്നും ഒരു ബോധവുമില്ല, സത്യം പറഞ്ഞു. കാരണം എന്താണെന്നറിയോ, നമുക്ക് നമ്മുടെ ദൈവത്തെ പറ്റി ഇപ്പോഴും വലിയ പിടിയില്ല. അടുത്തിരിക്കുന്ന ആളുടെ കഴിയുന്നത് ദൈവത്തെ നന്നായിട്ടൊന്ന് അറിയണമെന്നൊന്ന് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, സന്തോഷമുള്ള കാര്യമല്ലേ. ദൈവത്തെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിട്ടില്ല. വിശ്വാസി എന്നുള്ള പേര് നമുക്കുണ്ട്, ഒരു വിശ്വാസവും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മളായിരിക്കുള്ളൂ. നിങ്ങൾക്കറിയാം, ഈ കാലായിലെ ഈ കല്യാണ വീട്ടിലെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഇത് തീർന്നു പോയി കഴിഞ്ഞപ്പോ അവരാകപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് ആവശ്യത്തില്ല. സത്യത്തിൽ അവിടെ പറഞ്ഞത്ര 6 കൽപ്പാത്രങ്ങൾ നിറയെ വെള്ളം ശേഖരിച്ചു. എത്ര കൽപ്പാത്രം? 6 കൽപ്പാത്രം.
ആ കൽപ്പാത്രത്തിന്റെ ഒരു അളവെന്ന് പറയുന്നത് ഒരു കൽപ്പാത്രം എന്ന് പറയുന്നത് 20 to 30 ഗാലൻ ഉണ്ടാവും. 20 to 30 ഗാലൻ വരെ വെള്ളം അതിനകത്തുണ്ടാവും. അവിടെ ഇങ്ങനെ പറയുന്നത് 20 to 30 നമുക്ക് ഒരു 25 ലിറ്റർ പിടിക്കാം. ഒരു 25 ലിറ്റർ നമ്മൾ പിടിച്ചാൽ അവിടെ ഇങ്ങനെ പറഞ്ഞു ഒരു ഗാലൻ എന്ന് പറയുന്നത് എത്രയാണ്? 3.78 ലിറ്റർ ആണ് ഒരു ഗാലൻ. അപ്പൊ 6 കൽപ്പാത്രത്തിൽ 25 ലിറ്റർ വെച്ചൊന്ന് കൂട്ടുമ്പോൾ 25 ഗാലൻ കൂട്ടുമ്പോൾ ഏകദേശം 150 ഗാലൻ വെള്ളമുണ്ട്. 150 ഗാലൻ ഇൻറ്റു 3.78 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 567 ലിറ്റർ വീഞ്ഞാണ് ആ വീട്ടിൽ കർത്താവ് എന്ത് ചെയ്തത്? കൊടുത്തത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. 567 ലിറ്റർ. ഈ യഹൂദന്മാരുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന 1500-2000 പേരുടെ കല്യാണം പോലൊന്നുമല്ല. അവിടെ കൂടി വന്നൊരു 10, 100, 200 പേരൊക്കെ അവരെന്ത് ചെയ്യുള്ളൂ? വളരെ ക്ലോസ് മെമ്പേഴ്സിനെ മാത്രമേ അവർ വിളിക്കുള്ളൂ. ഈ 10-200 പേർക്ക് നോക്കി 567 ലിറ്റർ വീഞ്ഞ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ കർത്താവ് ഇടപെട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യമല്ല നടന്നത്. സത്യം അവരുടെ ആവശ്യത്തിലേക്കല്ല അത് ചെയ്തത്. അവിടെ വലിയൊരു സമൃദ്ധിയാണ് എൻ്റെ ദൈവം ചെയ്തത്. നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിത മേഖലക്കും യേശു ഇടപെടുന്നുണ്ടല്ലോ. യേശു പോലെയൊന്നും അല്ല. ചേരുന്ന കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മളൊരു കാലിച്ചായയുടെ കഥയാണ് ഇപ്പോഴും കർത്താവ് അതല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അസാധാരണമായ ദൈവപ്രവർത്തികളിലൂടെ നമ്മൾ മുമ്പോട്ട് പോകാൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ഒന്ന് ക്രമീകരിക്കണം. എന്തിനാണെന്നറിയാമോ? ദൈവവുമായിട്ട് കണക്ട് ആകുമ്പോൾ ആ ദൈവത്തിന്റെ ക്വാളിറ്റിയിൽ ദൈവത്തെ ഒന്ന് അറിയാനായിട്ട് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? നമ്മളെ ഒന്ന് ഏൽപ്പിക്കുക. അതല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ കുറെ നാളുകളായിട്ട് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനം എന്ന് നടക്കുന്നു അത് തന്നെ ഇവിടെ നടന്നിട്ട് പോകും. അത് വിട്ടിട്ട് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഉറപ്പിച്ച് വിളിച്ചു പറയണം, കർത്താവെ എനിക്ക് ഇനി അങ്ങയെ ഒന്ന് നന്നായി തിരിച്ചറിഞ്ഞ് അങ്ങയെ ഒന്ന് നന്നായി മനസ്സിലാക്കി അങ്ങയോടൊന്ന് ഇടപെടാനുള്ള ഒരു കൃപ എന്റെ മേൽ തരണമെന്ന് ഈ രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുറെ പേര് പറയാറുണ്ട് അവിടുത്തെ വീഞ്ഞടിച്ച മത്തരായ എന്നൊക്കെ. ഒന്നുമല്ല, കർത്താവ് അവിടെ കൊടുത്ത വീഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായതാകും. ലഹരി പിടിപ്പിക്കുന്ന മറ്റേ മട്ട് വലിച്ചു പിടിക്കുന്ന കച്ചറ സാധനം ഒന്നുമല്ല കർത്താവ് അവർക്ക് കൊടുത്തത്. കർത്താവ് അവർക്ക് കൊടുത്തത് ഭയങ്കര ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനം കൊടുത്തത്. ക്വാളിറ്റി ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ക്വാണ്ടിറ്റി മാത്രം വർദ്ധിപ്പിച്ചവനല്ല, ക്വാളിറ്റി ഉള്ളത് തന്നവനാണ് എൻ്റെ ദൈവം. അമ്മേ, അവിടെ ദൈവത്തിന് നന്ദി പറയുമ്പോൾ നല്ല സന്തോഷത്തോടെ നന്ദി പറയണം. ആ ഭവനത്തിനകത്തുണ്ടായ ദൈവപ്രവർത്തനങ്ങൾ ചെറുതൊന്നുമല്ല. ഒന്ന്, അവർക്ക് സമൃദ്ധി ഉണ്ടായി, അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടി. അവിടെ വേറൊരു സംഭവം കൂടി നടന്നു. എന്താന്ന് പറയുക, വെറുതെ കിടന്ന പച്ചവെള്ളത്തിന് എന്തായി? വീഞ്ഞായി മാറാനുള്ള ഒരു ഭയങ്കര ഒരു പൊസിഷൻ ചേഞ്ചാ ആ ഭവനത്തിനകത്ത് നടന്നു. ഇന്ന് വരെ ഒരു ശാസ്ത്രത്തിനും തിരിച്ചറിയാൻ പറ്റാത്ത പോലെയുള്ള ഒരു ദൈവപ്രവർത്തി അതിനകത്ത് കർത്താവ് ചെയ്തു. ഇനി വേറൊരു സംഭവം കേൾക്കണം. വേറൊരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം ഈ കൽപ്പാത്രങ്ങളുടെ ഒരു പ്രത്യേകത. ഈ 6 കൽപ്പാത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്താ? കൽപ്പാത്രങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, വീടിനകത്ത് കയറാറില്ല. ആ കൽപ്പാത്രങ്ങളെല്ലാം എവിടെ കിടക്കുന്നതാ? അത് കാല് കഴുകാൻ വേണ്ടി അവിടെ നിരത്തി വെച്ചിരിക്കുന്നതാ. കാല് കഴുകാൻ വേണ്ടി മാത്രം. ഇന്ന് വരെ ആ കൽപ്പാത്രത്തിൽ മുക്കിപ്പൊക്കിയ വെള്ളം ഒരിക്കലും മുകളിലേക്ക് പോയിട്ടില്ല, അത് താഴേക്കേ പോയിട്ടുള്ളൂ. ഹല്ലേലൂയ. ആ കൽപ്പാത്രങ്ങളിൽ ഏത് കപ്പ മുങ്ങിയെന്ന് പറഞ്ഞാലും ആ കപ്പ ഒരിക്കലും മുകളിലേക്ക് പോവുകയോ ഒരു സിപ്പ് പോലും ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ഇന്ന് വരെ കുടിച്ചിട്ടില്ല. പകരം അതെല്ലാം ചെളി കഴുകി കളയാനും അവിടെ വെറുതെ വെള്ളത്തിൽ കളയാൻ, അവിടെ ആരെങ്കിലും ആ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വല്ല കാക്കയോ പട്ടിയോ പൂച്ചയോ അല്ലാതെ ആ കൽപ്പാത്രത്തിനകത്ത് ഇന്ന് വരെ വേറെ ആരും എന്ത് ചെയ്തിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ വീടിന്റെ പുറത്തിരിക്കുന്ന ഒരു പാത്രത്തിനകത്ത് കുഞ്ഞുങ്ങൾ ആരെങ്കിലും പോയി ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഓടി വന്ന് കൈ തട്ടിയിട്ട് നമ്മൾ പറയുകയാണ്, ഇതുപോലെ വൃത്തികെട്ട വെള്ളം വേറെ കാണില്ല. ആ പാത്രത്തിലേക്ക് നീ ഒന്ന് നോക്ക്, അത് ഭയങ്കര മോശമാന്ന് പറയും, ഭയങ്കര മോശമാന്ന് പറയും. ഇന്നുവരെ ഒരു മാന്യതയും ലഭിക്കാതെ കടന്നുപോയ പാത്രങ്ങളെ
നോക്കിയേ, അന്ന് കാണുകയാണ് ആ വിരുന്നുവാഴിയുടെ അരികിലേക്ക് അവിടെയുള്ള ആ വേലക്കാരുടെ തോളിലേറി ഈ കൽപാത്രങ്ങൾ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ അവർ ഇന്ന് വരെ കാണാത്തൊരു അത്ഭുത കാഴ്ച കാണുകയാണ്. എന്താണ്? ഒരു വിരുന്ന് ഭവനത്തിനകത്തേക്ക് ആദ്യമായി കയറിയ കൽപാത്രങ്ങളാണ്. Praise the Lord. ഇത് ഒരുപാട് എണ്ണമുണ്ട്, ഒരുപാടുണ്ട്. വിധി നീ ഇവിടെ ഇരുന്ന് ഇന്ന് സാത്താൻ വിധി എഴുതിയത്, ലോകം വിധി എഴുതിയത്, മനുഷ്യൻ വിധി എഴുതിയത്, നിന്നെ ഒതുക്കിയ മേഖലകൾ സകലയിടങ്ങളിലും നീ ഒന്നുമല്ലെന്നൊക്കെ പറഞ്ഞ് നിന്നെ ഇങ്ങനെ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് തകർത്ത മേഖലകളിൽ നിന്നും എന്റെ കർത്താവ് പറയുകയാണ്, ഇനി നീ അവിടെ പുറത്തു കിടന്ന വെയിലും മഴയും കൊണ്ട് നശിച്ചു പോകാനുള്ളതല്ല, നിന്നിൽ നിന്നും ഉയരുന്ന വെള്ളം കാലുകഴുകി മാത്രം കളയാനുള്ളതല്ല, പകരം നീ ഇന്ന് വിരുന്ന ഭവനത്തിനകത്തേക്ക് നിനക്കൊരു പ്രൊമോഷൻ ഉണ്ട്. വിരുന്നുവാഴയുടെ അരികിലേക്ക് നിനക്കൊരു പ്രൊമോഷൻ ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആ കൽപാത്രം അതിനകത്തൂടെ പോകുമ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിക്കാണും. അയ്യോ, ഈ വീടിനകം ഇത്ര ഭംഗിയുള്ളതാണോ? ഈ വിരുന്ന ഭവനം എന്ന് പറയുന്നത് ഇത്ര അഴകുള്ളതാണോ? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഈ പുറത്തുള്ള കാഴ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ ചെന്നിരിക്കുമ്പോ ആ വിരുന്നുവാഴിയുടെ മുൻപിലേക്ക് ഈ കൽപാത്രങ്ങൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അയാൾ അതിനകത്തേക്ക് ഒരു ഗ്ലാസ് മുക്കി ആ വെള്ളം പുറത്തേക്ക് ഇറക്കുമ്പോ അവരിങ്ങനെ നോക്കിയിരിക്കുക. ഇപ്പോഴത്തെ തന്റെ കാലുകളിലേക്ക് വീഴുമെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ആ കൽപാത്രത്തിൽ നിന്നും ആദ്യമായും ഒരു കവള് വെള്ളമെടുത്ത് ഈ മനുഷ്യന്റെ വീഞ്ഞ് വാഴുതിയാണ് ഇങ്ങനെ രുചിച്ചിട്ട് പറയും, ഇത്ര ശ്രേഷ്ഠമായത് എവിടെ നിന്ന്? ഹല്ലേലൂയ. നീ തള്ളപ്പെട്ടവനാണെങ്കിലും ഒതുക്കപ്പെട്ടവനാണെങ്കിലും ഏതൊക്കെ സാഹചര്യങ്ങൾ പ്പെട്ടവനാണെങ്കിലും ആത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ, കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇടപെട്ടാൽ, യേശു നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇടപെട്ടാൽ, നിന്റെ അവസ്ഥയെ മാറ്റി ശ്രേഷ്ഠ പദവിയിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് വരെ കാല് കഴുകുന്ന, ഇന്ന് വരെ താഴേക്കുള്ള ഉപയോഗത്തിലേക്ക് നിന്നെ ഉപയോഗിച്ചെങ്കിൽ ഇന്നു മുതൽ അത് മുകളിലേക്ക് ഉയർന്ന ഉന്നതങ്ങളിലേക്ക് അനേകർക്ക് വിടുതലാക്കി മാറ്റുന്ന, അനേകർക്ക് വീര്യമുള്ളതായി മാറ്റുന്ന, അനേകരെ നന്മയുള്ളതാക്കി മാറ്റുന്ന അനുഗ്രഹിക്കപ്പെട്ട വീഞ്ഞ് നിന്നിൽ നിന്നും പുറപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂത് വിളിച്ചു പറയട്ടെ. ഈ രാത്രി ഒരു ദൈവപ്രവൃത്തിയുടെ രാത്രിയാണ്. ഒരു അസാധാരണമായ ട്രാൻസ്ഫോർമേഷൻ ഈ രാത്രി കർത്താവ് നമ്മുടെ മേൽ പകരുകയാണ്. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു പറ, കർത്താവെ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തുടർന്നു പോകുവാനുള്ളവനല്ല, പകരം എന്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും, എന്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അങ്ങനെ പുറത്തു കൊണ്ടുവന്നാൽ, അങ്ങനെ ഒന്ന് ഉപയോഗിച്ചാൽ, അങ്ങനെ ഒന്ന് തൊട്ടാൽ, അങ്ങയുടെ ഉള്ളം എന്റെ മേലൊന്ന് പകർന്നാൽ, ഞാൻ ഇന്നുള്ളത് പോലെയല്ല, ഞാൻ ആള് മാറിയവനായി അത്ഭുതമായി എന്നെ സ്വർഗം പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിലൊന്ന് പ്രതികരിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറയുമോ? ഇന്ന് നീ വിരുന്ന ഭവനത്തിനകത്തേക്ക് സ്വർഗം കൈപിടിച്ച് കയറ്റുന്ന രാത്രിയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞെരുങ്ങിപ്പോയ അനുഭവങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറ, കർത്താവേ, ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ ഞെരുങ്ങിപ്പോവുകയില്ല, എന്റെ മേലൊരു വിശാലത വെളിപ്പെടണം. നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. എന്റെ അതിരുകൾ വിശാലമാകണം, അങ്ങയുടെ കരം എന്റെ കൂടെ ഇരിക്കണം, ഒരനർത്ഥവും എനിക്ക് വ്യസന കാരണമാകാത്ത വിധം അങ്ങന്റെ വിശ്വസ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വഴിത്തിരിവാണെന്ന് തിരിച്ചറിയുന്നവർ ആത്മാവിൽ പെട്ടത് പലപ്പോഴും അകന്നു നിന്നിട്ടാണെങ്കിൽ ഇനി അങ്ങനെ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങയോട് അധികം ചേർന്ന് നിൽക്കണം, എനിക്ക് അങ്ങയോട് അധികം ചേർന്ന് നിൽക്കണം. അങ്ങയുടെ ഹൃദയം എൻ്റെ മുമ്പിൽ, അങ്ങയുടെ ഹൃദയത്തോട് കണക്ട് ചെയ്യുന്ന രീതിയിൽ, അങ്ങയുടെ ഹൃദയത്തോട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഈ രാത്രിയിൽ ഒരു പുതു ബന്ധത്തിലേക്ക്, കർത്താവുമായി ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക്, ഞാൻ ചോദിക്കുന്നത് വെറുതെ വലിച്ചുവാരിയുള്ള കാര്യങ്ങളല്ല, പക്ഷെ ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞ് അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുമാറുള്ള പ്രാർത്ഥന ജീവിതം എൻ്റെ മേൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ രാത്രിയിൽ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു, ആത്മാവിലൊന്ന്
പ്രാർത്ഥിച്ചോ. ഈ രാത്രിയിൽ ഉറപ്പോടെ പറ, കർത്താവ് എന്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയി മാറട്ടെ. എന്റെ ലൈഫ് ചേഞ്ച് ആവണം. ഞാൻ ഇങ്ങനെ പോയാൽ പറ്റില്ല. ഞാൻ ഇവിടെ യില്ല, ഞാൻ ഇവിടം കൊണ്ട് തീരുകയില്ല. കർത്താവെ, ഞാൻ എവിടേക്ക് എന്നെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടോ, ഇന്ന് ആ ലിമിറ്റേഷൻസ് എല്ലാം പൊളിയുന്നൊരു ദൈവപ്രവൃത്തി, ആ ലിമിറ്റേഷൻസ് എല്ലാം പൊളിയുന്നൊരു ദൈവപ്രവൃത്തി. പകരം ക്രിസ്തുവിൽ ഞാൻ വളർന്നു വരുമെന്നും, ഞാൻ ക്രിസ്തുവാകുന്ന തലയോളം വളരുമെന്നും, ഞാൻ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുമെന്നും, ഞാൻ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുമെന്നും വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രതികരിച്ച് ശക്തിയോടെ ദൈവത്തിന് നന്ദി പറയാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. ഒരു നിമിഷം ആ കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ഒരു നിമിഷം ആ കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ആ കരങ്ങളൊന്നും മാറോട് ചേർത്ത് ദൈവത്തോടൊന്ന് പറക്കേ, എന്റെ ലൈഫിനെ ഒന്ന് തൊടണം. എന്റെ ലൈഫിനെ ഒന്ന് തൊടണം. എന്റെ പ്രാർത്ഥനയുടെ അനുഭവങ്ങളെ ഒന്ന് തൊടണം. എന്റെ ചിന്തകളെ ഒന്ന് തൊടണം. എന്റെ പ്രവർത്തികളെ ഒന്ന് തൊടണം. അങ്ങയെ തിരിച്ചറിഞ്ഞ്, അങ്ങയുടെ മഹത്വം അറിഞ്ഞ് അങ്ങയോടൊന്ന് ഇടപെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങയോടൊന്ന് ഇടപെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറ്റുന്ന ദൈവമാണ് എൻ്റെത്. എൻ്റെ കർത്താവ് അത് അപ്ഗ്രേഡ് ചെയ്യുന്നവനാണ്. എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നവനാണ്. എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാണ്. ആ കർത്താവിനെ ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന് പറയുന്നവർ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. എബ്ബേസ് പറഞ്ഞതുപോലെ, അപ്പാ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. പറഞ്ഞ് ഒന്നാ വാക്കുകളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. അപ്പാ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. പറ, യേശുവേ, എൻ്റെ അതിരുകൾ വിശാലമാകട്ടെ. ഞാനായിരിക്കുന്ന ഞെരുക്കത്തിൽ നിന്നും ഏതൊക്കെ മേഖലകൾ എന്നെ ഞെരുക്കത്തുണ്ടോ, ആ ഞെരുക്കങ്ങളെയൊക്കെ ഒന്ന് പൊട്ടിച്ച് കാൽവറിയിൽ അങ്ങ് എനിക്ക് നേടിത്തന്നൊരു ജയമുണ്ടല്ലോ. സാത്താന്യ നുഖങ്ങളിൽ നിന്നും എനിക്ക് നേടിത്തന്നൊരു ജയമുണ്ടല്ലോ. ആ ജയത്തിന്റെ അവകാശിയാണ് ഞാനെന്ന് തിരിച്ചറിയുന്നു. ആ ജയം എൻ്റെ മേൽ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു പറ, കർത്താവെ, അതിരുകൾ വിശാലമാകട്ടെ, അതിരുകൾ വിശാലമാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അതിരുകൾ വിശാലമാകട്ടെ, സാഹചര്യങ്ങൾ മാറട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ, ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അത്ഭുതങ്ങളിലൂടെ ഞാൻ ചുവടുവെക്കട്ടെ, സഭയുടെ അവസ്ഥകൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, അതിരുകൾ വിശാലമാകട്ടെ. കർത്താവ്, യൂറോപ്പിനെ പിടിക്കുന്ന ഒരു അഭിഷേകം, യൂറോപ്പിനെ കൈവശമാക്കുന്ന ഒരു അഭിഷേകം, കർത്താവ്, ജർമ്മനിയുടെ എല്ലാ സ്റ്റേറ്റുകളിലും സഭയ്ക്ക് പുതു പ്രവർത്തനങ്ങളെ ആത്മാവിൽ ഓപ്പൺ ചെയ്ത് ഞങ്ങൾ അതിനെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് ജർമ്മനിയിൽ മാത്രമല്ല, യൂറോപ്പിന്റെ എല്ലാ പട്ടണങ്ങളുടെ മേലും തീയായി അഭിഷേകവും വ്യാപിക്കേണ്ടതിനായി ഞാൻ ഈ ജനത്തിന്റെ മേലും സുവിശേഷത്തിന്റെ ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകട്ടെ. ചുടാലാരാ ബൗഡാർ ഖമനഘടകർ അംശധരമനഘടകർ ഈബർ തിരയാതെ ലാർത്തർ മനഘടകർ ഈബർ ഖമനോ റിയാ ഷെഖേരിയാൽ തേരിയ. കർത്താവ്, ഈ രാത്രിയിൽ ഒരു വലിയ ദൈവ പ്രവൃത്തി ഈ ജനത്തിന്റെ മേൽ ഞങ്ങൾ ആത്മാവിൽ കൈമാറി പ്രാർത്ഥിക്കുന്നു. അങ്ങയെ അറിഞ്ഞ് അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയിൽ നിന്നും പ്രാപിക്കേണ്ടതിന് പുതുകൃപകൾ ഈ ജനത്തിന്റെ മേൽ ഞങ്ങൾ ആത്മാവിൽ കൈമാറുകയാണ്. കർത്താവെ, അങ്ങനെ അഭിഷക്തൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് കർത്താവെ, സഭയുടെ അഭിഷക്തനെ കുടുംബമായി, കർത്താവെ, സഭയിൽ തന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനത്തെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പോ അവർ ഏതൊക്കെ മേഖലകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, ഇന്ന് രാത്രി അതിന്റെ മേലൊക്കെ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ, ഒരു വലിയ വിശാലത ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, നന്മ വെളിപ്പെടട്ടെ. കർത്താവിങ്കിൽ നിന്നും ഉയർച്ച തന്നെ പ്രാപിക്കേണ്ടതിന് ഈ ജനത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം ചെയ്യുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. കർത്താവ്, ഒരിക്കൽ കൂടെ നിന്റെ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രനാമ യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ രാത്രിയിൽ ദൈവം നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവ് നമ്മോട് പറഞ്ഞ ഈ ദൂതുകളെ അതൊന്ന് മുറുകെ പിടിക്കുക. അവൻ നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും. അവൻ നമ്മുടെ അതിരുകൾ വിശാലമാക്കും. കരങ്ങൾ നമ്മോട് കൂടെ ഉണ്ടാവും. ഓരോനർത്ഥവും വ്യസന കാരണമാകുവാൻ സ്വർഗം അനുവദിക്കുകയില്ല. ജയമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരങ്ങളൊന്നും ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്വർഗം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ അഭിഷക്തനെ
നന്ദിയോടെ ഓർക്കുകയാണ്. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. സ്വർഗം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പേര് ലോഡ്സൺ ആന്റണി, എൻ്റെ വൈഫിൻ്റെ പേര് ജസ്ന. 3 കുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ലെനോറ, ലിവാന, ലൊവീന. 3 അനുഗ്രഹിക്കപ്പെട്ട പെൺപൈതങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഗ്ലോറി 10 മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ദേശത്ത് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ വളരെ അധ്വാനിക്കുന്ന ഒരു കൂട്ടം കൂടെയുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ നമ്മൾ നേരിൽ കാണുവാനൊക്കെ കർത്താവ് സഹായിക്കട്ടെ. അതല്ല, കർത്താവ് വേഗം വരുന്നുവെങ്കിൽ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.